സമ്യക്കായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇക്വിപ്പോയ്സ്ഡ് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ബുദ്ധിക്ക് ഇളക്കം തട്ടാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു കൺസെപ്റ്റിലായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലതും ഇതൊക്കെ കണ്ട് ഇളകാതിരിക്കാൻ ഒരാൾക്ക് കഴിയുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇളകുകയും ചെയ്യും ഇളകാതിരിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അകത്തൂടെ പുറത്തുനിന്ന് വരുന്ന ഇൻപുട്ടുകൾ സമമായി മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നു അയാൾ സമാധിസ്ഥനാവും, സമമായ ധീയുള്ളവനാവും. അതാണ് കൺസെപ്റ്റിലായിട്ട് അവർ പറയുന്നത്. ഇത് മരണം വരുമ്പോഴും ഇത് ഇളകിയില്ല എന്ന് പറയുന്നതുകൊണ്ട് സ്വാമിമാരെല്ലാം അങ്ങനെ ആണെന്ന് സങ്കല്പിച്ചിട്ടാണ് അവർ ചത്തപ്പോൾ സമാധിയായത്. ജീവിച്ചിരിക്കുമ്പോൾ സമാധി ആയവന് മാത്രമേ ചാകുമ്പോഴും സമാധിയാകും. മരണമാണ് അവരുടെ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജനിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മരിക്കുന്നെന്നായിരുന്നു ഈ മണ്ടന്മാര് പഠിപ്പിച്ചിരുന്നത് നമ്മള്. അങ്ങനെയല്ലേ? ഇയാൾക്ക് അമ്മയച്ഛനും വേണ്ടിടും. അല്ല, അത് വേണം. അപ്പൊ അമ്മയച്ഛനും ഇല്ലാതെ ജനിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇയാള് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബീജത്തിന് ജീവൻ വേണ്ടേ, അണ്ടത്തിന് ജീവൻ വേണ്ടേ? അപ്പൊ പിന്നെ തന്റെ ജീവൻ ഏതാ? ഇവരുടെയൊക്കെ ഒരു മനസ്സിലായില്ലേ? പക്ഷെ നമ്മള് വന്ന് താനെങ്ങനെ വന്നത്? അച്ഛനും അമ്മയുടെ അതല്ല, ബീജം അണ്ടവും തമ്മിൽ ചേരണ്ടേ? ബീജത്തിനും ജീവനുണ്ട്, അണ്ടത്തിനും ജീവനുണ്ട്. അപ്പൊ പിന്നെ തന്റെ ജീവൻ ഏതാ? ഇതാ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെയല്ല, അത് അങ്ങനെ ഇല്ല. അങ്ങനെയാണ് ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് വഴിയാണ് ജീവനെ പറ്റി. അത് ഇനി അതിന്റെ ലോകത്തോട്ട് ഞാൻ ജീവനെ പറ്റി സംസാരിച്ചു തുടങ്ങി വേറെ പറയേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ വിഷയം പറയുന്നതിനാണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു തുടർച്ച മാത്രമാണ്, അല്ലാതെ ഒരു വിച്ഛേദമുള്ള ഇതല്ല. അല്ലാതെ അണ്ടത്തിന് ജീവനില്ല, ബീജത്തിനും ജീവനില്ല. അത് കഴിഞ്ഞ് തമ്മിൽ ചേരുമ്പോൾ പെട്ടെന്ന് നമ്മളവിടെ ജീവൻ, അവിടെ തൊട്ടാണ് ജീവൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇവർ പഠിപ്പിക്കേണ്ടി വരും. ഇനി അല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ജനിച്ചതെന്ന് പറയും. അങ്ങനെയാണ് നമ്മളിപ്പോഴും എഴുതി വെക്കുന്നത്. എന്നാ ജനിച്ചത്, ഇന്ന ടൈം എല്ലാം കറക്റ്റായിട്ട് എഴുതി വെക്കും. അതിന് മുമ്പ് നമ്മൾ ജനിച്ചതിന് മുമ്പ് ഇല്ല എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അങ്ങനെ പറ്റുമോ? ഗർഭപാത്രത്തിൽ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ ജനിക്കാൻ പറ്റുമോ? തുടർച്ച മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ, അല്ലാതെ ഈ വിച്ഛേദപ്പെട്ട ജീവനില്ല. തനിക്ക് സ്വന്തം ജീവനില്ല. ഇതൊരു പ്രോസസ്സിനകത്ത്, ഒരു പ്രോസസ്സിനെ നമ്മളിട്ട അതിരാണ്. ഇതാണ് ഞാൻ പ്രോസസ്സിൽ ഭാഗമാകുന്നു. വേറൊന്നും ജീവൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ. പ്രപഞ്ചം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാറി തുടരുക എന്ന് പറയുന്നതാണ്. അല്ലാതെ ഇതിനെ നടുക്ക് കയറി താനിങ്ങനെ ഉണ്ടായി താൻ പ്രത്യേകിച്ച് മരിക്കുന്നില്ല. എനിക്കെന്തോ ഭയങ്കര ഒരു മരത്തിലെ ഇലകള് ഒരെണ്ണം ഉണ്ടായി പാചകം ചെയ്ത് ആ മരത്തിന് കൊടുത്തിട്ട് അത് ഒഴിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ മരമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ല ഇലയല്ല. ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചം ഒരു ഉദ്ദേശവും ഇല്ല. അതിങ്ങനെയാണ്. ഈ ഉദ്ദേശമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, അല്ലാതെ പ്രപഞ്ചത്തിനൊരു ഉദ്ദേശമില്ല. പ്രപഞ്ചം ഇങ്ങനെയാണ്, തുടരുകയാണ്. ഭയങ്കര സത്യമാണല്ലേ? ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സത്യമാണ്. മനസ്സിലാക്കാൻ പറ്റാഴിയല്ലോ, മനസ്സിലാകും. പക്ഷെ അത് നമുക്ക് അല്ല, മനസ്സിലായാലേ നമ്മളിപ്പൊ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നീ പോയി രാവിലെ അത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല, പ്രോഫിറ്റബിൾ ആവില്ല. അപ്പൊ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലോകമാണ് നമ്മൾക്ക് കയ്യിലുള്ളത്. എന്താണ് ഇപ്പൊ നമുക്ക് ജീവിക്കാൻ ജീവിക്കുക എന്ന് പറയുന്നത് ജീവന്റെ തുടർച്ച ആണ് ഒന്ന്. ജീവൻ തുടരുക എന്ന് പറയുന്നത് ജീവൻ പ്രപഞ്ചത്തിനകത്തെ ഒരു പ്രതിഭാസമാണ്. അത് ഭൂമി എങ്ങനെയാണ് എന്നുള്ളത് പോലെയാണ്. ഒരു കൊച്ചു 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 ആറ്റങ്ങൾ തമ്മിൽ ചേർന്ന് ഒരു പാറയായി, ഒരു പാറകളെല്ലാം തമ്മിൽ ചേർന്ന് ഭൂമിയായി എന്ന് പറയുന്ന പ്രോസസ്സാണിത്. നിരന്തരമുള്ള ഒരു പ്രോസസ്സാണ്. നിൽക്കത്തില്ല, അത് നിൽക്കാനും ഒക്കത്തില്ല, ആരംഭിക്കാനും ഒക്കത്തില്ല. നമ്മൾ ലോകത്തിനെ അറിയാൻ, മനുഷ്യരെന്നുള്ളതല്ല, ആര് ലോകത്തിനെ അറിയാൻ ശ്രമിച്ചാലും അവർക്ക് തുടക്കം വേണം. അല്ലാതെ പ്രപഞ്ചത്തിന് തുടക്കമില്ല. പ്രപഞ്ചത്തിന് ശരിക്കും തുടക്കമില്ല. പ്രപഞ്ചത്തിന് തുടങ്ങാനൊക്കത്തില്ലടൂ, പ്രപഞ്ചം ഉള്ളതാ. അറിയാൻ ശ്രമിക്കുന്ന നമുക്ക് ഇവിടുന്ന് ഇപ്പോ എന്താണ് മറൈൻ ഡ്രൈവിലേക്ക് ദൂരം എത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നു തുടങ്ങും. അങ്ങനെയാണ് ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ അറിയാൻ ശ്രമിക്കണം. ഇവിടുന്ന് ആ ദൂരം എത്രയാണെന്ന് അറിയാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം തുടക്കം ആവശ്യമാണ്. പ്രപഞ്ചത്തിനെ അറിയാൻ ആര് ശ്രമിച്ചാലും തുടക്കം ആവശ്യം. പ്രപഞ്ചത്തിന് ശരിക്കും അറിയുമ്പോൾ മനസ്സിലാവുന്ന തുടക്കം ഇല്ലെന്നുള്ളതല്ലേ? തുടക്കമില്ല എന്നാണ്, തുടക്കം ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടക്കം വേണം. ഇപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞില്ലേ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞില്ലേ?
അങ്ങനെയല്ലേ നമ്മൾ രണ്ടുപേരോട് വരും. ഇനി നമുക്ക് അവസാനിപ്പിക്കത്തില്ലേ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഇല്ലാതായി പോവോ? പക്ഷെ ഈ എപ്പിസോഡിന് അവസാനമുണ്ട്. അതെ അതെ. അങ്ങനെയാണ് തുടക്കവും അവസാനവും ആരാണോ അറിയാൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ്. കുറച്ച് വെസ്റ്റേൺ ബുക്സ് ആണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ഒരു സമയത്ത് ചെറുപ്പം മുതലേ വായിച്ചു തുടങ്ങിയത് പുറത്തുള്ള കുറച്ച് പുസ്തകങ്ങൾ, അങ്ങനെ കുറച്ച് അറിവുകൾ കിട്ടിയിട്ട് പിന്നെ ഏതോ ഒരു സ്കൂളിൽ എന്തോ UFO ആൻഡ് ഏലിയൻസിനെ കുറിച്ച് എന്തോ സബ്മിറ്റ് ചെയ്തപ്പോൾ പുള്ളി വേറെ എന്തെങ്കിലും ഇത് തരാമോ എന്ന് ചോദിച്ച് എന്നുള്ളൊരു സംഭവം. എന്താണ് അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ? ഇല്ല, അത് എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഒരു അന്ന് പെൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. എഴുത്തെഴുതി അന്യരാജ്യത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു പെൻ ഫ്രണ്ട് അമേരിക്കയിലുണ്ടായിരുന്നു. ഞാൻ ഒരു 10-15 വയസ്സായപ്പോൾ എനിക്ക് ഒരു പെൻ ഫ്രണ്ട് ഇംഗ്ലണ്ടിലുണ്ടായത്. ഇങ്ങനെ പെൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന, നമ്മൾ ഇന്നത്തെ പോലെ വീഡിയോയോ ഇങ്ങനെയുള്ള ഫോണോ ഒന്നും അവൈലബിൾ അല്ല. അപ്പം അന്ന് എഴുത്തെഴുതിയായിരുന്നു പരിചയം ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് അങ്ങനെ പരിചയം ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വായിച്ച പുസ്തകങ്ങളെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരും. അമ്മയ്ക്ക് വായിക്കാൻ അയക്കും. അത് കപ്പൽ വഴിയാണ് അയക്കുന്നത്. അപ്പോൾ 2 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും അത് വരുന്നത്. പക്ഷെ നിരന്തരം അവർ വായിച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു 10-15 വർഷം, ഒരു 55 ഒക്കെ ആയപ്പോൾ തുടങ്ങി. എനിക്കപ്പം തീരെ കുഞ്ഞാണ്. ഒരു 58 ആയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ കാണാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത്. ഒരു 8 വയസ്സൊക്കെ ആയപ്പോഴത്തേന് നമുക്ക് അതിങ്ങനെ പുസ്തകം തുറന്ന് നോക്കി കാണാനൊക്കുന്ന തരത്തിലായി. അപ്പോൾ അവരയച്ച അത് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു മാസിക, അതുപോലെ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഈ ഇലിസ്ട്രേറ്റഡ് മാഗസിൻസാണ്. ആഴ്ചപ്പതിപ്പ് ആണ്, അമേരിക്കയിലെ ആഴ്ചപ്പതിപ്പ്. അത് കഴിഞ്ഞ അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, പിന്നെ നാഷണൽ ജോഗ്രഫി, പിന്നെ ഈ കേപ്പേഴ്സ് വീക്കിലി എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ പേപ്പർ, ഒരു പിങ്ക് കളറിൽ ഉള്ള ഒരു പേപ്പറാണ് അത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വനിത പോലെ ഉള്ളതാണ് ലേഡീസ് ഹോം ജേർണൽ. അത് ഇതെല്ലാം എല്ലാ ആഴ്ചയിലും മാസത്തിലും വരുന്നത് ഇങ്ങനെ അവരിങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എനിക്ക് ഒരു 7-8 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ അതിനകത്തൂടെ കടന്ന് ഒരു 20 വയസ്സ് വരെ വീട്ടിനകത്ത് നിന്ന് പോകുന്നത് വരെ ഞാനിതിങ്ങനെ നിരന്തരം വായിക്കുന്നുണ്ട്. സ്കൂളൊക്കെ ഉണ്ടായിരുന്നില്ല? അപ്പോൾ സ്കൂളുണ്ട്, സ്കൂളിൽ പോവുകയും ചെയ്യും. പക്ഷേ ഞാൻ വളരെ ഗ്രാമീണമായ സ്ഥലത്തിലാണ് വളർന്നത്. കോന്നി, പത്തനംതിട്ട ജില്ലയിലെ ആയിരുന്നു. അപ്പോൾ അതൊരു വളരെ ഗ്രാമപ്രദേശമാണ്. ഞാൻ അവിടെ ചെന്ന് 5 വയസ്സായപ്പോൾ അവിടെ എത്തിയതാണ്. അപ്പോൾ 5 വയസ്സ് വരെ കൊല്ലത്ത് ആയിരുന്നു. അവിടെ ഇലക്ട്രിസിറ്റിയും റോഡൊക്കെ നല്ലതായിരുന്നു. ഇവിടെ ചെന്നപ്പോഴത്തേന് ചെമ്മണ്ണേട്ട് റോഡായിരുന്നു. ഗ്രാമമായി 2 മലകളുടെ ഇടയിൽ പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം, കുറച്ച് ചെറിയ പാടം. അവിടെ ആയിരുന്നു ഒരു 9ാം ക്ലാസ്സിൻ്റെ പകുതി വരെ പഠിച്ചത്. ആ സമയത്തായിരുന്നു ഇതിങ്ങനെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഹരിപ്പാട് ഭാഗത്ത്, കായംകുളം കായലിൻ്റെ തീരത്ത്, വീണ്ടും കായലിൻ്റെ തീരത്ത് അവിടെ വന്നപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ കറണ്ടും ഉണ്ട്. പിന്നെ ഞാൻ ഇരിക്കുന്ന കാലത്ത് തന്നെ ടാർ വന്ന് റോഡൊക്കെ അവിടെ ചെന്നപ്പോൾ റോഡും ഇല്ല, കറണ്ടും ഇല്ല. അടുത്ത വീട്ടിലോട്ടാണ് അച്ഛൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര കുറച്ചുകൂടെ കുഗ്രാമത്തിലേക്കാണ്. നഗരത്തിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിൽ പോയി, പിന്നെ കുഗ്രാമത്തിൽ പോയി എന്നുള്ള കാര്യത്തിലായിരുന്നു ഞാൻ ജീവിക്കുന്നത്. അമ്മ നന്നായിട്ട് വായിക്കുന്നത് ഈ തരത്തിലുള്ള വീടുകളിൽ. എൻ്റെ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിനകത്ത് ഇഷ്ടംപോലെ പുസ്തകമുള്ള വീടായിരുന്നു. കളക്റ്റഡ് വർക്ക്സൊക്കെ, ഷേക്സ്പിയറുടെ മുഴുവൻ നാടകവും, ബർണാഷ, അതുപോലെ തന്നെ ചെക്കോവിൻ്റെ കഥകൾ, ഗോർക്കിയുടെ കഥകൾ, ഇതെല്ലാം അങ്ങനത്തെ ഒരു ലോകത്താണ് ഞാൻ വളർന്നത്. അപ്പോൾ വായിച്ചിട്ട്, പക്ഷെ ജീവിക്കുന്നത് വളരെ ഗ്രാമത്തിലാണ്. ചെരുപ്പിടാനൊക്കെ തുടങ്ങിയത് BA ഒക്കെ പഠിക്കുമ്പോഴാണ്. ചെരുപ്പ് വാണത് വീട്ടുകാർ മേടിച്ച് തരും, വർഷത്തിൽ തുടങ്ങുമ്പോൾ തരും. പക്ഷെ നമ്മൾ മരത്തെ കയറുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും ചെരുപ്പിട്ട് ഒരു ശീലമുള്ളതൊക്കെ ആയത് BA ക്കൊക്കെ ശേഷം. ആൾക്കാരെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വീട്ടുകാരിങ്ങനെ കാണിക്കാനായിട്ട്, മറ്റേതെങ്കിൽ ചെളിക്കകത്തായിരിക്കും നമ്മൾ. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴത്തേന് നമ്മളെ വിളിക്കുമ്പോൾ, കയറി വരുമ്പോൾ
ബട്ടൺസ് ഒന്നും ഇല്ലാത്ത നിക്കർ തോളയിൽ ഇങ്ങനെ വള്ളിയും നിക്കറും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരിങ്ങനെ കാണിക്കാൻ കൊള്ളത്തില്ലല്ലോ, കുലുക്കി വെള്ളത്തിനകത്ത് കുലുക്കി എടുത്താലേ പറ്റുള്ളൂ. അങ്ങനത്തെ ജീവിതത്തിലവിടെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതൊരു സൈഡ്. മറുവശത്ത് വായിക്കുന്ന മുഴുവനും ഈ അമേരിക്കൻ മാഗസിൻസും സാധനങ്ങളുമാണ്. രണ്ട് ലോകമായിരുന്നു എനിക്ക്. എങ്ങനെ കണക്ട് ചെയ്യും ഫ്രണ്ട്സായിട്ടൊക്കെ? അത് എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ, ഞാനിതല്ലേ കാണുന്നത്. ഇത് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇത് എന്തോ അന്യമായിട്ടല്ല, നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്ന മാസികയല്ലേ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരിക്കലും വേറെ അല്ല, നമ്മുടെ ജീവിതത്തിന്. പക്ഷേ എൻ്റെ ഭാഗത്ത് എന്നെ ഇപ്പോഴിന്ന് നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഗ്രാമത്തിൽ വളർന്നതിൻ്റെ ലോകമുണ്ട്. അതേസമയത്ത് അത് എൻ്റെ ഈ പട്ടണത്തിലൊക്കെ ഉള്ള എൻ്റെ കസിൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാറുന്നത്. അപ്പം ഞാൻ ഈ ഗ്രാമത്തിൽ ചൂണ്ടയിട്ടും മീനെ പിടിച്ചും മരത്തെ കയറിയും ജീവിക്കുന്ന ജീവിതമായിരുന്നു നയിക്കുന്നത്. Peace, love, unity, respect.